കർണാടക അതിർത്തി ഗോണിക്കുപ്പയിൽ രണ്ടുപേരെ കടിച്ചുകൊന്ന കടുവ പിടിയിൽ. മയക്കുവെടി വെച്ചാണ് പിടികൂടിയത്. കടുവയെ മൈസൂരിലേക്ക് മാറ്റി. ഗോണിക്കുപ്പയിൽ കാപ്പിത്തോട്ടത്തിലാണ് കടുവ രണ്ടുപേരെ കൊന്നത്. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ഷിബു ചേരുന്നു. ഷിബു, വലിയ രീതിയിൽ ആൾക്കാരെ ആശങ്കയിലാഴ്ത്തിയ കടുവേനെയാണ് ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടിച്ചിരിക്കുന്നത്. എപ്പോഴാണ് കടുവയെ മയക്കുവെടി വെച്ച് പിടിച്ചത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കേരള കർണാടക അതിർത്തിയിൽ കടുവകളുടെയും പുലിയുടെയും ശല്യം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന പ്രദേശത്തെ ഒന്നാണ് കേരള കർണാടക അതിർത്തിയായ കുട്ട ഗോണിക്കുപ്പ പ്രദേശങ്ങൾ. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തോടും കർണാടകയിലെ നാഗർഹോള വന്യജീവി സങ്കേതത്തോടും ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത്. ഇവിടെ വലിയ രീതിയിലുള്ള തോട്ടങ്ങളാണുള്ളത്. കാപ്പി, കുരുമുളക് തോട്ടങ്ങളാണുള്ളത്. ജനുവരി മുതൽ ഇവിടെ വിളവെടുപ്പ് കാലമാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചയായി കാപ്പിത്തോട്ടങ്ങളിൽ വിളവെടുപ്പ് നടക്കുകയായിരുന്നു. ഇവിടെ കാപ്പി പറിക്കാനെത്തിയ ഒരു തൊഴിലാളി, 18 വയസ്സുള്ള ചേതൻ എന്ന തൊഴിലാളിയാണ് കടുവയുടെ ആക്രമണത്തിന് ആദ്യം ഇരയായി മരിക്കുന്നത്. ചേതൻ മരിക്കുകയും ചേതന്റെ കാൽ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു കടുവ. തുടർന്ന് മരണവിവരം അറിഞ്ഞെത്തിയ ചേതന്റെ പിതാവിനെയും കടുവ ആക്രമിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മരണവിവരം അറിഞ്ഞ് അവിടെ എത്തിയ മറ്റൊരു ബന്ധുവായ രാജുവാണ് കടുവയുടെ ആക്രമണത്തിന് അടുത്തതായി ഇരയായത്. അങ്ങനെ 2 പേരാണ് കടുവയുടെ ആക്രമണത്തിൽ ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നത്. ഇതോടുകൂടി ജനങ്ങൾ മൃതദേഹം നിരത്തിലിറക്കി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് കടുവയെ ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു. ഇന്നാണ് കടുവയെ ലൊക്കേറ്റ് ചെയ്യുകയും ഈ ആക്രമണം ഉണ്ടായ പ്രദേശത്തിനടുത്ത് വെച്ച് തന്നെയുള്ള ഒരു തോട്ടത്തിൽ വെച്ച് കടുവയെ മയക്കുവെച്ച് പിടികൂടുകയും ചെയ്തത്. ഏതായാലും ജനങ്ങൾ വലിയ ആശ്വാസം ഉണ്ട് എങ്കിൽ കൂടിയും ഇവിടെ മറ്റു കടുവകളുടെ ശല്യം കൂടിയുണ്ട്. നമുക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം, കടുവകൾ പ്രധാനമായും 4 തരമുണ്ട്. ഇതിൽ നരഭോജി കടുവകൾ അഥവാ മാനിറ്റർ വിഭാഗത്തിൽപ്പെട്ട കടുവയാകാം ഇതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 3 പേരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും 2 പേർ മരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത് മാനിറ്റർ വിഭാഗത്തിൽപ്പെട്ട കടുവയാണെന്നാണ് ഇപ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ തുടർന്നും ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുമായിരുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഏതായാലും ഈ കടുവയെ പിടികൂടിയതോടുകൂടി തന്നെ വലിയൊരു ആശ്വാസത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ. എങ്കിലും വനത്തോട് ചേർന്ന പ്രദേശമായതിനാൽ മറ്റു മൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയും ഇവിടെയുണ്ട്. വ്യക്തമാണ് ഷിബു. കേരള കർണാടക അതിർത്തിയായ കുട്ട ഗോണിക്കുപ്പയിൽ 2 പേരെ കടിച്ചുകൊന്ന കടുവയെ മയക്കുവെടി വെച്ച് പിടിച്ചു. കടുവയെ മൈസൂരിലേക്ക് മാറ്റി. ഗോണിക്കുപ്പയിലെ കാപ്പിത്തോട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം കടുവ 2 പേരെ കൊന്നിട്ടുണ്ടായിരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ഷിബു ആണ് വയനാട്ടിൽ നിന്ന്.